ചാലക്കുടി ബാങ്ക് കവർച്ച പ്രതിയെക്കുറിച്ച് നിർണായക വിവരം. സിസിടിവി ദൃശ്യം കബളിപ്പിക്കാനെന്ന് പോലീസ്. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിലെ കവർച്ചാ കേസിൽ അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു. ഇന്നലെ രാത്രി അങ്കമാലിയിൽ പ്രതിയുടെ സിസിടിവി ദൃശ്യം ലഭിച്ചെങ്കിലും ഇത് പോലീസിനെ കബളിപ്പിക്കാനുള്ള ആസൂത്രണമെന്നാണ് കണ്ടെത്തൽ. അങ്കമാലിയിലേക്ക് പോയ പ്രതി പിന്നീട് തൃശൂർ ഭാഗത്തേക്ക് തന്നെ എത്തിയെന്നാണ് പോലീസ് നിഗമനം. പ്രതി കൊച്ചിയിലേക്ക് പോകുന്നുവെന്ന ധാരണയിൽ ഇന്നലെ രാത്രിയിലാകെ എറണാകുളം നഗരം കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തിയിരുന്നു. നിലവിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ജില്ലാ അതിർത്തികളിലടക്കം നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രതി സംസ്ഥാനം വിട്ടിട്ടുണ്ടാവുമെന്ന സംശയവും പോലീസിനുണ്ട്. പ്രതി മലയാളി തന്നെയാവുമെന്നും പോലീസ് പറയുന്നു. പ്രതി ബാങ്കിനെ കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആൾ തന്നെയാണെന്ന അനുമാനത്തിലാണ് പോലീസ്. ആസൂത്രിതമായ കവർച്ചയെന്നാണ് പോലീസ് കരുതുന്നത്. മോഷ്ടാവ് നേരത്തെയും ബാങ്കിൽ എത്തിയിട്ടുണ്ടാകാമെന്നും പോലീസ് പറയുന്നു. പ്രതിക്ക് ബാങ്കിനുള്ളിൽ നിന്ന് സഹായം ലഭിച്ചോ എന്ന കാര്യമാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. പ്രതി ഹിന്ദി സംസാരിച്ചതുകൊണ്ട് മലയാളിയല്ല എന്ന് പോലീസ് ഉറപ്പിച്ചിട്ടില്ല. ഉച്ചഭക്ഷണ വേളയിൽ ഇടപാടുകാർ ഇല്ലാത്ത സമയത്താണ് അക്രമി എത്തിയത്. മാസ്കും ജാക്കറ്റും ഹെൽമറ്റും ധരിച്ചെത്തിയ അക്രമി ജീവനക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തുടർന്ന് കസേര ഉപയോഗിച്ച് കൗണ്ടറിന്റെ ഗ്ലാസ് തകർത്താണ് കൗണ്ടറിൽ നിന്നും പണം കവരുന്നത്. പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി.